ഹൗ ഹ്യൂമൻ ബീങ്സ് ആർ ഫോമഡ്. മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗാമറ്റും ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഗാമറ്റും ഫെർട്ടിലൈസേഷൻ നടന്നാണ് ഹ്യൂമൻ ബീങ്സ് ഫോം ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിൻ്റെ ക്രോമോസോം നമ്പർ 46 ആണ്. സോ മെയിൽ ഗാമറ്റിൽ 46 ക്രോമോസോമും ഫീമെയിൽ ഗാമറ്റിൽ 46 ക്രോമോസോമും ആണെങ്കിൽ നെക്സ്റ്റ് ഫോം ചെയ്ത ഓഫ് സ്പ്രിങ്സിന് എത്ര ക്രോമോസോംസ് ആയിരിക്കും? 92. ദാറ്റ് ഈസ് അബ്നോർമൽ. സോ 46 ക്രോമോസോമുള്ള ഹ്യൂമൻ ബീങ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സിൽ എത്ര ക്രോമോസോംസ് ആയിരിക്കണം? 23 അല്ലേ. ദാറ്റ് ഈസ് 46 ക്രോമോസോംസ് റെഡ്യൂസ് ചെയ്ത് 23 ആയി മാറണം. ആൻഡ് ദിസ് റിഡക്ഷൻ ഡിവിഷൻ ഈസ് കോൾഡ് മിയോസിസ്. What is meiosis? The type of cell division that reduces the chromosome number by half, which results in the production of haploid daughter cells. This kind of division is called meiosis. മിയോസിസിന് ശേഷം ക്രോമോസോം നമ്പർ ഹാഫായി റെഡ്യൂസ് ചെയ്യും. അത് കാരണം ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. ഹാപ്ലോയിഡ് മീൻസ് എൻ കണ്ടീഷനുള്ള ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. ഇങ്ങനെയുള്ള സ്പെഷ്യൽ കൈൻഡ് ഓഫ് സെൽ ഡിവിഷനെയാണ് മിയോസിസ് എന്ന് പറയുന്നത്. Meiosis means reduction division. Chromosome number is reduced to half. Chromosome number half-ആയി reduce ചെയ്യും. It involves 2 stages, which are the 2 stages കാണുന്നുണ്ട്, Meiosis 1 and Meiosis 2. Meiosis 1ലും Meiosis 2ലും ഡിഫറെൻറ്റ് സ്റ്റേജസ് കാണാം. നേരത്തെ മൈറ്റോസിസ് പറയുമ്പോൾ ഡിസ്കസ് ചെയ്ത അതേ സ്റ്റേജസ് Meiosis 1ലും Meiosis 2ലും കാണാം. That is, Meiosis 1 has different stages like prophase 1, metaphase 1, anaphase 1, telophase 1. Meiosis 2 has different stages like prophase 2, metaphase 2, anaphase 2, telophase 2. ആദ്യം Meiosis 1ലെ സ്റ്റേജസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ prophase 1. ലോങ്ങസ്റ്റ് ഫേസ് ആണ് prophase 1. ഇറ്റ് ഇൻക്ലൂഡ്സ് 5 സബ് സ്റ്റേജസ്. 5 സബ് സ്റ്റേജസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലോങ്ങസ്റ്റ് ഫേസ് ആണ് prophase 1. വിച്ച് ആർ ദ 5 സബ് സ്റ്റേജസ്? leptoteny, zygoteny, pachyteny, diploteny and diakinesis. First stage, that is leptoteny. Nuclear volume increases. Nucleusന്റെ അകത്തുള്ള കണ്ടന്റ് ഇൻക്രീസ് ചെയ്യും. Chromatin begins to condense. Chromatin കണ്ടൻസ് ചെയ്ത് ക്രോമോസോം ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ്, leptoteny. Next stage is zygoteny. What are the peculiarities? Pairing of homologous chromosomes, that is synapses. Homologous chromosomes പെയർ ചെയ്യുന്നത് സൈഗോട്ടിനി സ്റ്റേജിലാണ്. ഹോമലോഗസ് ക്രോമോസോംസിൻ്റെ പെയറിങ്ങിന് പറയുന്നത് സിനാപ്സിസ് എന്നാണ്. ഓക്കെ, സിനാപ്റ്റോനീമൽ കോംപ്ലെക്സ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് 2 ക്രോമോസോംസിൻ്റെ ഇടയിലായി, സിസ്റ്റർ ക്രോമാറ്റിഡ്സിൻ്റെ ഇടയിലായി ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് സിനാപ്റ്റോനീമൽ കോംപ്ലെക്സ്. സോ സൈഗോട്ടിനി സ്റ്റേജിൽ വെച്ച് സിനാപ്റ്റോനീമൽ കോംപ്ലെക്സ് ഫോം ചെയ്യും. ബൈവാലൻ്റ് ഓർ ടെട്രാഡ് ഫോം ചെയ്യും. ഓക്കെ, സോ വാട്ട് ഈസ് ബൈവാലൻ്റ് ഓർ ടെട്രാഡ്? ഒബ്സർവ് ദ ഫിഗർ. സൈഗോട്ടിനി സ്റ്റേജിൽ ഹോമലോഗസ് ക്രോമോസോംസ് പെയർ ചെയ്യും, സിനാപ്സിസ് നടക്കും, സിനാപ്റ്റോനീമൽ കോംപ്ലെക്സ് ഫോം ചെയ്യും, ബൈവാലൻ്റ് ഓർ ടെട്രാഡ് ഫോം ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് പാക്കിറ്റിനി. ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കിറ്റിനി ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് പാക്കിറ്റിനി സ്റ്റേജ്. ആൻഡ് വാട്ട് ഈസ് ക്രോസിംഗ് ഓവർ? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തമ്മിൽ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ക്രോസിംഗ് ഓവർ. ആൻഡ് റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ആർ ഫോമഡ്. റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് എന്ന് പറയുന്ന ക്രോസിംഗ് ഓവർ നടക്കുന്ന സൈറ്റാണ്. റീകോമ്പിനേസ് എൻസൈം ഈസ് പ്രൊഡ്യൂസ്ഡ്. സോ വിച്ച് എൻസൈം ഈസ് പ്രൊഡ്യൂസ്ഡ്? റീകോമ്പിനേസ് എൻസൈം. ക്രോസിംഗ് ഓവർ പ്രോസസ്സിനെ സഹായിക്കുന്നത് റീകോമ്പിനേസ് എൻസൈം ആണ്. സോ പാക്കിറ്റിനി സ്റ്റേജിൽ വെച്ചാണ് ക്രോസിംഗ് ഓവർ നടക്കുക. ക്രോസിംഗ് ഓവർ സ്റ്റാർട്ട് ചെയ്യുന്ന സൈറ്റാണ് റീകോമ്പിനേഷൻ നൊഡ്യൂൾസ്. ക്രോസിംഗ് ഓവറിന് സഹായിക്കുന്ന എൻസൈമാണ് റീകോമ്പിനേസ് എൻസൈം. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ഡിപ്ലോട്ടീനി. ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനീമൽ കോംപ്ലെക്സ്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ്. സിനാപ്റ്റോനീമൽ കോംപ്ലെക്സ് ബ്രേക്ക് ചെയ്യും. കയാസ്മ ഫോമേഷൻ. എക്സ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് കയാസ്മ. കയാസ്മ ഫോം ചെയ്യും. സോ ദീസ് ആർ ദ ഇവൻറ്റ്സ് ഓഫ് ഡിപ്ലോട്ടീനി. സിനാപ്റ്റോനീമൽ കോംപ്ലെക്സ് ബ്രേക്ക് ചെയ്യും, കയാസ്മ അതായത് എക്സ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. പ്രോഫേസ് 1ലെ ലാസ്റ്റ് സ്റ്റേജാണ് ഡയാകൈനസിസ്. ഇവൻറ്റ്സ് എന്തൊക്കെയാണ്? ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ, ദാറ്റ് ഈസ് മൂവ്മെൻറ്റ് ഓഫ് കയാസ്മ ടു ടെർമിനൽ സൈഡ്. കയാസ്മ ടെർമിനൽ സൈഡിലേക്ക് മൂവ് ചെയ്യും. ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയോലസ് ഡിസപ്പിയർ. ന്യൂക്ലിയർ മെംബ്രെയിനും
ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സ്പിൻഡിൽ ഫൈബേഴ്സ് അപ്പിയർ, സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. മെറ്റാഫേസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ് ഡയാകൈനസിസ്. സോ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? മെറ്റാഫേസ് 1. ഇൻ മെറ്റാഫേസ് 1 ക്രോമസോംസ് അറേഞ്ച്ഡ് അറ്റ് ദ ഇക്വറ്റോറിയൽ പ്ലേറ്റ്. ക്രോമസോംസ് ഒക്കെയും ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യും. സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു ക്രോമസോംസ്. സ്പിൻഡിൽ ഫൈബേഴ്സും ക്രോമസോംസും അറ്റാച്ച് ചെയ്ത് കാണാം. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ് അനാഫേസ് 1, ദ ഹോമലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആൻഡ് മൂവ് ടുവേർഡ്സ് പോൾസ്. ഹോമലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്ത് പോൾസിലേക്ക് മൂവ് ചെയ്യും. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് റിമെയിൻ അസോസിയേറ്റഡ് അറ്റ് ദെയർ സെൻട്രോമിയർ. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അതിൻ്റെ സെൻട്രോമിയറുമായി അറ്റാച്ച് ചെയ്ത് കാണാം. നെക്സ്റ്റ് സ്റ്റേജ് ടീലോഫേസ് 1, ക്രോമസോംസ് റീച്ച് അറ്റ് പോൾസ്. ക്രോമസോംസ് 2 പോൾസിലേക്ക് മൂവ് ചെയ്തു. ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയോലസ് അപ്പിയർ. ന്യൂക്ലിയർ മെംബ്രെയിൻ അപ്പിയർ ചെയ്തു. ന്യൂക്ലിയോലസും അപ്പിയർ ചെയ്തു. സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ. സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ ചെയ്തു. സോ മിയോസിസ് 1ൻ്റെ സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്തു. പ്രോഫേസ് കഴിഞ്ഞു. പ്രോഫേസിലെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഡിസ്കസ് ചെയ്തു. ആൻഡ് മെറ്റാഫേസ് കഴിഞ്ഞു. അനാഫേസ് ആൻഡ് ടീലോഫേസ് കഴിഞ്ഞു. ആഫ്റ്റർ മിയോസിസ് 1 സൈറ്റോകൈനസിസ് ടേക്സ് പ്ലേസ്. മിയോസിസ് 1ന് ശേഷം സൈറ്റോകൈനസിസ് നടക്കും. സെല്ലിൻ്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. ഇൻ്റർകൈനസിസ്, ദ സ്റ്റേജ് ബിറ്റ്വീൻ 2 മിയോട്ടിക് ഡിവിഷൻസ്. 2 മിയോസിസിൻ്റെ ഇടയിലുള്ള സ്റ്റേജാണ് ഇൻ്റർകൈനസിസ്. നെക്സ്റ്റ് സ്റ്റേജ് മിയോസിസ് 2 ആണ്. സോ മിയോസിസ് 2ലും പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് കാണാം. സോ ഫസ്റ്റ് വൺ പ്രോഫേസ് 2. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ, ക്രോമസോംസ് ബിക്കം കോമ്പാക്ട്. ന്യൂക്ലിയർ മെംബ്രെയിന് ഡിസപ്പിയർ ചെയ്തു. ഫിഗർ ഒബ്സർവ് ചെയ്യാം. ന്യൂക്ലിയർ മെംബ്രെയിന് ഡിസപ്പിയർ ചെയ്തു. ക്രോമസോംസ് ബിക്കം കോമ്പാക്ട്. ക്രോമസോം കോമ്പാക്റ്റ് ആയി മാറി. മെറ്റാഫേസ് 2, ക്രോമസോംസ് അലൈൻ അറ്റ് ദ ഇക്വേറ്റർ. സ്പിൻഡിൽ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ കൈനറ്റോകോഴ്സ്. ക്രോമസോംസ് ഒക്കെയും ഇക്വേറ്റർ റീജിയനിൽ അലൈൻ ചെയ്യും. സ്പിൻഡിൽ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ കൈനറ്റോകോഴ്സ്. സ്പിൻഡിൽ എവിടെ അറ്റാച്ച് ചെയ്ത് കാണാം? കൈനറ്റോകോഴ്സിൽ അറ്റാച്ച് ചെയ്ത് കാണാം. അനാഫേസ് 2, സ്പ്ലിറ്റിംഗ് ഓഫ് ദ സെൻട്രോമിയർ ആൻഡ് മൂവ് ടുവാർഡ്സ് ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സെൽ. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം ക്രോമാറ്റിഡ്സ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്തു. ടീലോഫേസ് 2, ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയോലസ് അപ്പിയർ. ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും എഗെയിൻ അപ്പിയർ ചെയ്തു. സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ. സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ ചെയ്തു. സോ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 4 സെൽസ് ഫോം ചെയ്തു. സോ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2 ഡിഫറെൻറ്റ് സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്തു. മിയോസിസ് 2ക്ക് ശേഷം 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ഫോം ചെയ്തു. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്? എന്താണ് മിയോസിസിൻ്റെ ഇമ്പോർട്ടൻസ്? ക്രോമോസോം നമ്പർ ഈസ് മെയിൻറ്റെയിൻഡ്. ക്രോമോസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് മിയോസിസ് ആണ്. ഇൻക്രീസസ് ജനറ്റിക് വാരിയബിലിറ്റി. ജനറ്റിക് വാരിയബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. മിയോട്ടിക് ഡിവിഷന് വാരിയേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. വാരിയേഷൻ എന്ന് പറയുന്നത് പാരന്റ് ജനറേഷനിൽ നിന്നും ഡിഫറെൻ്റ് ആയ ഓഫ് സ്പ്രിങ്സ് ആണ്. സോ വാരിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എവല്യൂഷൻ നടക്കണമെങ്കിൽ വാരിയേഷൻ നടക്കണം. ദാറ്റ് ഈസ് വാരിയേഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ എവല്യൂഷൻ പ്രോസസ്.